ഈ കുടവും വെള്ളവും ചുമന്ന് എൻ്റെ നടുവിൻ്റെ പശ ഇറങ്ങി ഗൈസ്. ഇങ്ങനെ പോയാൽ നമുക്കിട്ട് പണി കിട്ടും. നമുക്ക് തന്നെ നടന്നു കയറാൻ പറ്റുമായതാണ്. മലയുടെ മണ്ടയിലാണ് നമ്മുടെ പോത്തോട്ടന്മാർ നിൽക്കുന്നത്. അങ്ങോട്ട് വെള്ളം കൊണ്ട് ചുമന്ന് കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി പാടാണ്. നമ്മുടെ തേനീച്ചയുടെയും തേനിൻ്റെയൊക്കെ വീഡിയോ ചെയ്യുമ്പം പെട്ടി വെച്ച കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, റബ്ബറിൻ്റെ പൂവൊക്കെ ആവുന്ന സമയത്താണ് തമിഴ്നാട്ടിൽ നിന്ന് കൂടുതൽ പെട്ടി വരുന്നത്. അപ്പോൾ ഇപ്പോൾ റബ്ബറിൻ്റെ പൂവൊക്കെ ആയിട്ട് പൊഴിഞ്ഞുകൊണ്ടിരിക്കുവാണ്. നിങ്ങൾ ഇല ശ്രദ്ധിച്ചോ? ഇലയിൽ ചെറിയ പുള്ളിയായിട്ട് പാടുകളുണ്ടോ? അതെല്ലാം റബ്ബറിൻ്റെ തേൻ ചാടി കിടക്കുന്നതിൻ്റെ പാടുകളാണ് കൂടുതലും. ഈ റബ്ബറിൻ്റെ പൂവിൻ്റെ കറയുണ്ട്, അല്ലാതെ തേനും ഉണ്ട്. ഇപ്പം ഇത് കണ്ടോ, ഇവിടെ തേൻ ഉണ്ടായിരുന്ന ഒരു ഇലയുടെ ഈ ഒരു ഞെടുപ്പിലാണ് തേൻ വന്നിരിക്കുക, ഒരു ഡ്രോപ്പായിട്ട് ചെറിയ തുള്ളികൾ. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ പിന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിലൊക്കെ ചെറിയ തുള്ളി ഇരിപ്പുണ്ട്, നിങ്ങൾക്ക് കാണത്തില്ല, ചെറിയ പൊടിയാണ്. പക്ഷേ ഒരു വലിയ ഒരു ഡ്രോപ്പ് തേനുണ്ടാവും എല്ലാ റബ്ബറിൻ്റെ ഇലയുടെ ഞെടുപ്പിൽ. ഇച്ചിരി മഴക്കാരെ കാണുന്നുണ്ട്. ഒരു മഴ പെയ്ത് നമ്മൾ രക്ഷപ്പെട്ടാൻ കേട്ടോ. നമ്മുടെ പറമ്പിൽ തൊട്ട് ചേർന്ന് നടക്കുന്ന തോട്ടം മൊത്തം കരിഞ്ഞ് കിടക്കുന്നത്. നമ്മുടെ തോട്ടത്തിൽ അത്രയും കരിച്ചിലായിട്ടില്ല, അത്യാവശ്യം പള്ളയുണ്ട്, പച്ചപ്പ് നിങ്ങൾക്ക് കാണാം. അതാണ് കുട്ടപ്പായൊക്കെ തിന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മഴ പെയ്ത് നമ്മൾ പിറ്റേ ദിവസം അവരെ ഇറക്കിക്കൊണ്ട് പോകാം. അല്ലെങ്കിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വെള്ളം നമുക്കൊന്ന് പാടെങ്കിലും ഒഴിവാക്കാമായിരുന്നു. ഇപ്പം നമ്മൾ 3-4 തൊട്ടി താഴെ നിന്ന് വെള്ളം ചുമന്നുകൊണ്ട് വരണം. കച്ചി കഷ്ടിച്ച് നമുക്ക് ആയിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു 10 റോള് പറഞ്ഞിട്ടുണ്ട്. കൂത്താട്ടോളം തൊഴിലുള്ള ഒരു ചേട്ടൻ നമുക്ക് സൈലേജ് എന്ന ചേട്ടൻ തന്നെ കച്ചി അറേഞ്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാട്ടോ പുളിക്കപ്പാറ, അവിടെയായിട്ട് വരും. നമ്മൾ പുളിക്കപ്പാറയുടെ വീഡിയോ കിട്ടുന്നുണ്ട്. താഴെ മൊത്തം ഒരു മഞ്ഞ കേട്ടോ, മൂടൽമഞ്ഞ് പോലെ കിടക്കുക. മഴക്കാരാണ് താനും, മഴയില്ല. ഓ, നിങ്ങളുടെ അടുത്ത് എങ്ങനെയുണ്ട് ചൂടൊക്കെ? നമ്മുടെ കച്ചി വന്നു കേട്ടോ. കുട്ടപ്പനൊക്കെ മുകളിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വരാം. അപ്പോൾ ഇതുമാരെ ഒന്ന് പറക്കി തൽക്കാലം ഇവിടെ നിന്ന് അടുക്കി വെക്കാം. ചൂച്ചുവിന് പണിയായി, അത് നോക്കുന്നുണ്ട്. എന്നാ ചോദിച്ചോ? ആ പൊത്തൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെ എടുക്കണമെന്ന് കാരണം ഈ മുകളിൽ കയറുന്നു. ലാസ്റ്റ് കിട്ടും. ഓ, ഒന്നുമില്ല. ഇവിടെ ഇരുന്നോളൂ. നമുക്കപ്പോൾ 1 മാസം പിടിച്ചേക്കാം, ഇത് മതി. 1 മാസമൊക്കെ കഴിയുമ്പോഴത്തേന് മഴ പെയ്യും എന്നൊരു പ്രതീക്ഷയുണ്ട്. ഇടയ്ക്കൊരു മഴ കിട്ടുന്നതാണല്ലോ, അതിന് പുല്ലൊക്കെ ആകുമായിരിക്കും. പിന്നെ കച്ചി അങ്ങോട്ട്, ഇതിപ്പോൾ കച്ചി നമുക്കിവിടെ കിട്ടാനില്ലാത്തതുകൊണ്ടാണ് ഇറക്കിയത്. പക്ഷേ ഇത് ഇറക്കിയതിൽ ഒരു നഷ്ടമില്ല. 350 രൂപ വെച്ചാണ് ഒരു മുടിക്ക് വരുന്നത്. 350 രൂപ കഴിഞ്ഞ വർഷം മേടിച്ചതിന് ഇത്രയും നീട്ടമില്ലായിരുന്നു. ഇതിൻ്റെ പകുതി 3/4 ഭാഗത്തോളം നീട്ടമുള്ള ഒരു മുടിയാണ് നമുക്ക് കിട്ടിയത്. ഇത് കുഴപ്പമില്ല, നല്ല ക്വാണ്ടിറ്റി ഉണ്ട് സംഭവം. അപ്പോൾ ഈ കുട്ടപ്പായതൊക്കെ നമുക്ക് പോയി ഇറക്കിക്കൊണ്ട് വരാം. നാളെ നാളത്തങ്ങൊക്കെ ആയിട്ട് കുട്ടപ്പായനെ ഇറക്കിക്കൊണ്ട് വരാം. മഴ നനയാതെ ഇരുന്നോളും. എന്നാലും പൂതാനൊന്നും അടിക്കാതെ വെള്ളം ഒഴുകി കയറാതൊക്കെ ഒന്ന് വെച്ചാൽ മതി. എന്നാ ചോദിച്ചു? പൂച്ചോനെ കളിക്കാൻ ഇഷ്ടം പോലെ സാധനമായി അല്ലേ? ഇതെല്ലാം കൂടെ എന്നാ ചെയ്യണേ? കണ്ടോ കയറി പോണ കണ്ടോ? ഇത് കണ്ടുപിടിക്കുന്നുള്ളതാ. വാങ്ങോട്ടെ. നമ്മൾ ഈ കച്ചി എടുത്ത് കൂത്താട്ടുകുളത്തുനിന്നാണ് കേട്ടോ. ഇപ്പോഴത്തെ നിലവിലത്തെ സാഹചര്യത്തിൽ കച്ചി കിട്ടാനില്ലായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാനിത് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് ചോദിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് കച്ചി കിട്ടിയ സ്ഥലം, ആ ചേട്ടൻ്റെ പേരും ഞാൻ വീഡിയോയുടെ കമൻറ്റിൽ പിൻ ചെയ്തിട്ടുണ്ട്. വേണ്ടവർക്ക് വിളിക്കാം കേട്ടോ. 26 കിലോ ഉണ്ട്. പറഞ്ഞാൽ കൊട്ടപ്പായനെ മലയിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നു കേട്ടോ. മലയിൽ ഫുൾ ടൈം പുല്ല് തീറ്റി ആയതുകൊണ്ട് അധികം ക്ഷീണമൊന്നും പറ്റിയിട്ടില്ല. കുഴപ്പമില്ലാതെ ഇരിപ്പുണ്ടല്ലോ രണ്ടുപേരും. വന്നപ്പോൾ കുറേ ചക്കമുടലൊക്കെ ഉണ്ടായിരുന്നു, അത് കിട്ടു കൊടുത്തതാണ്. ഇനി നമുക്ക് വെള്ളമൊക്കെ കൊടുത്ത് നാളെ മുതൽ കച്ചി കൊടുക്കാൻ തുടങ്ങാം.
കുട്ടനെയൊക്കെ കിട്ടുന്നിടത്ത് ഈ കമ്പി അവന്മാരൊക്കെ മുമ്പോട്ട് കുത്തി അല്ലാണ്ടുമൊക്കെ ആയിട്ട് ഇവിടെ സിമെൻറ്റ് വരെ ഇളകിപ്പോയായിരുന്നു. അപ്പം ഈയുടെ കയറൊക്കെ പൊട്ടിച്ച് ഓടുകയും ചെയ്തുകൊണ്ട് നമ്മൾ ഒന്നുകൂടെ സിമെൻറ്റ് ഇട്ടൊന്ന് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ തീറ്റയുടെ കാര്യം പറഞ്ഞാൽ സൈലേജോ കച്ചിയൊക്കെ വേണ്ടവർക്ക് ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് വിളിക്കാം. കൂത്താട്ടോളമൊക്കെ അടുത്തുള്ളവർക്ക് കൊണ്ടുപോകാൻ എളുപ്പമായിരിക്കും. ഒരുപാട് ഡിസ്റ്റൻസിലുള്ളവർ വിളിച്ചിട്ട് കാര്യമില്ല കേട്ടോ. കാരണം വണ്ടിക്കൂലി നിങ്ങൾക്ക് തീറ്റക്കഴിഞ്ഞ് കൂടുതലായി കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ബയോഗ്യാസ് പറമ്പിലിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഈ ഇലയെല്ലാം കിടക്കുന്നത്. എന്തായാലും ഒരാഴ്ച മിച്ചമായിട്ട് നമ്മൾ കലക്കി ഒഴിച്ചുകൊണ്ടിരുന്ന വെറുതെ കഞ്ഞിവെള്ളവും ഇവർക്ക് കൊടുത്തുകൊണ്ടിരുന്ന വെള്ളവും കാര്യങ്ങളും എല്ലാം കലക്കി ഒഴിച്ചുകൊണ്ടിരുന്നു. ഗ്യാസിന് വലിയ കുറവൊന്നും സംഭവിച്ചില്ല. ഒരാഴ്ച അത് പഴയ സ്റ്റോക്ക് അടക്കം ചാണകം വെച്ചിട്ടാണ് നമ്മൾ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇനിയിപ്പം നമുക്ക് വീണ്ടും കലക്കാൻ തുടങ്ങാം. ഇവരെയും കൊണ്ടുവന്നുണ്ട്, ചാണകം ഉണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ കിട്ടിയ കച്ചിയും കൊണ്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇനി കൊയ്ത്താവുമ്പോഴത്തേനും ഞങ്ങൾക്ക് കുറച്ചുകൂടെ കച്ചി അവിടെ നിന്ന് ഇവിടുന്ന് ഒപ്പിക്കാൻ പറ്റുമായിരിക്കും. വീണ്ടും ഒരു മഴക്കാലത്തിൻ്റെ പ്രതീക്ഷയിലാണ് കുട്ടപ്പായും ഞാനും മാളും. നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഇതുവരെ ടാറ്റാ.